ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ്. അപ്പം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 10 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാതെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒറ്റ പ്രാവശ്യമായിട്ട് പറ്റുന്നില്ലെങ്കിൽ 2 ബാച്ചായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വേറൊന്നും ചേർക്കാനില്ല, വെറും പാല് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പക്ഷേ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ, ഒരുപാട് പാല് ചേർക്കരുത്. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 4-5 ടേബിൾ സ്പൂണ് മാത്രം പാലാണ് കേട്ടോ വേണ്ടത്. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും മൊത്തത്തിൽ ഒരു 5 ടേബിൾ സ്പൂൺ പാല് മതിയാകും. അതിനേക്കാളും കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. 4-5 ടേബിൾ സ്പൂൺ പാല് മാത്രമാണ് കേട്ടോ വേണ്ടത്. ചൂടുള്ള പാലൊന്നുമല്ല, റൂം ടെമ്പറേച്ചറിലുള്ള നോർമൽ പാലാണ്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം അങ്ങനെ ഒരു ലൂസായിട്ടുള്ള മാവൊന്നുമല്ല, ഒരു ഇച്ചിരി ടൈറ്റായിട്ട് നമുക്കൊന്ന് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്കിത് പാകത്തിനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ച് വ്യത്യാസം വരും. പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് നല്ല ടൈറ്റായിട്ടുള്ളൊരു മാവാണ്, പക്ഷെ നല്ല പെർഫെക്റ്റായിട്ട് ബോൾസാക്കി എടുക്കാനും പറ്റണം. ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ കയ്യിലൊരിച്ചിരി നെയ്യോ എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ, എന്നിട്ട് നന്നായി പൊട്ടാത്ത രീതിയിൽ ബോൾസാക്കി എടുക്കാം. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് നന്നായിട്ട് ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മൊത്തം ബോൾസാക്കി വെക്കാം. അപ്പോൾ ഇത് മൊത്തം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തെങ്കിലും കവർ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കാം. 1 കപ്പ് വെള്ളം എന്ന കണക്കാണ്. 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാര 1 കപ്പ് തന്നെ എടുക്കാം. ഞാൻ എപ്പോഴും ഒരിച്ചിരി കുറക്കാറുണ്ട്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ടും ഒരിച്ചിരി സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് തിളപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്കയോ ചേർത്ത് കൊടുക്കാം. ഞാൻ സാഫ്രോൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് 1-2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേറെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് എണ്ണ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഞാനിപ്പോൾ വേറെ അടുപ്പിലോട്ട് ഫ്ലെയിം കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരിച്ചിരി കുറച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചിട്ട് തന്നെ വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട് പുറം ഭാഗം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും, പക്ഷേ അകത്ത് വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരിച്ചിരി കുറച്ചിട്ട് തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മൂവ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് മാറ്റാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലോണം കുറക്കുക. എന്നിട്ടിത് പെട്ടെന്ന് മാറ്റിയാൽ മതി. ഇപ്പം ഞാൻ എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവിൽ 10 സ്ലൈസ് ബ്രെഡിൽ ഒരു 15 മീഡിയം സൈസിലുള്ള ഒരു 15 ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ 15 എണ്ണവും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാറ്റിയിട്ട് ഇനി ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം. ഷുഗർ സിറപ്പ് നല്ല ചൂടോടെയുള്ള ഷുഗർ സിറപ്പിലോട്ടാണ് നമ്മൾ ഈ ഒരു ബോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ബോൾസ് ചൂടുണ്ടായാലും ഇല്ലായാലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഷുഗർ സിറപ്പ് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതും ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇത് മാറ്റി വെക്കാം, മൂടി വെച്ചിട്ട് ഷുഗർ സിറപ്പൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതൊരു 3 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഉള്ള പാത്രം അത്ര കുഴിയുള്ള പാത്രമല്ലായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, പഞ്ചസാര സിറപ്പൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗുലാബ് ജാമുനാണ്. അപ്പോൾ ഗുലാബ് ജാമുൻ പൗഡറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്